ഒരു ഡസനിലേറെ വാർഡുകളിൽ മന്ത്രി വി.എസ്. ശിവകുമാർ ഇടപെട്ട് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പൊട്ടിത്തെറിയിലേക്ക്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ജയം ലക്ഷ്യമിട്ട് ബി.ജെ.പി. എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തരംതാണ കളികളാണ് മന്ത്രി കളിക്കുന്നതെന്നാരോപിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കെ.പി.സി.സി. പ്രസിഡന്റിന് പരാതി നൽകി. വി.ഡി. സതീശൻ കമ്മിറ്റി ശുപാർശകൾ മന്ത്രി പൂർണ്ണമായും അട്ടിമറിച്ചുവെന്നും ആരോപണമുയർന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ റൗണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ കോൺഗ്രസിലും യു.ഡി.എഫിലും പൊട്ടലും ചേറ്റലും തുടങ്ങി. എന്നാൽ കോർപ്പറേഷനിലെ ഒരു ഡസനിലേറെ സീറ്റുകളെ ചൊല്ലി കോൺഗ്രസിൽ കലാപം രൂക്ഷമാകുന്നു. തന്റെ നിയോജകമണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട 12ലേറെ വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയം മന്ത്രി വി.എസ്. ശിവകുമാർ ഏകപക്ഷീയമായി നടത്തിയെന്നാണ് ആരോപണം. കമലേശ്വരം, ചാല, ആറന്നൂർ, കളിപ്പാൻകുളം, ശ്രീവരാഹം, ശ്രീകണ്ഠേശ്വരം, മണക്കാട്, ആറ്റുകാൽ, കുരിയാത്തി, വഞ്ചൂർ എന്നീ വാർഡുകളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ശിവകുമാർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രധാന പരാതി. ചാല വാർഡിലെ സ്ഥാനാർത്ഥി നിർണയമാണ് വൻ വിവാദത്തിലായിരിക്കുന്നത്. കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിയുടെ ബന്ധുവും ചാല വാർഡിലെ CPM സ്ഥാനാർത്ഥിയുമായ ചാല മോഹനു വേണ്ടി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ശിവകുമാർ ഇടപെട്ട് 2 തവണ മാറ്റിയെന്നാണ് പ്രധാന പരാതി. ഇവിടെ INTUCയുടെ യുവനേതാവ് ആറ്റുകാൽ മണികണ്ഠന് സീറ്റ് നിഷേധിച്ചത് വൻ പ്രതിഷേധത്തിനിടയാക്കി. വാർഡ് കമ്മിറ്റി തീരുമാനം പലയിടത്തും ശിവകുമാർ ഏകപക്ഷീയമായി കാറ്റിൽ പറത്തിയെന്ന് കാട്ടി നിരവധി വാർഡ് കമ്മിറ്റികൾ VM സുധീരന് പരാതി നൽകി. CPIM BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും പ്രത്യുപകാരമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് തട്ടുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ശിവകുമാർ പയറ്റുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. വി.ഡി. സതീശൻ കമ്മിറ്റി ശുപാർശകൾ മന്ത്രി അട്ടിമറിച്ചതായും പരാതി ഉയർന്നു. DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ള മന്ത്രിയുടെ കയ്യിലെ വെറും കളിപ്പാവയാണെന്ന പുതിയ ആരോപണവും പ്രവർത്തകർ ഉന്നയിക്കുന്നു. അതിനിടെ പേരൂർക്കട വാർഡിൽ DCC നിശ്ചയിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി വാർഡ് പ്രസിഡന്റ് മണ്ണാമൂല രാജേഷ് രംഗത്തിറങ്ങുമെന്നും സൂചനയുണ്ട്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.